ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ രാത്രിയിൽ പെയ്ത തീവ്രമഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. നിരവധി വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും ഒലിച്ചുപോയി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 സ്പിൽവേ ഷട്ടറുകളും തുറക്കേണ്ട സാഹചര്യമുണ്ടായി. 8000 ഘനയടിയോളം വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കി ജില്ലയിൽ പല ഭാഗങ്ങളുമായി ശക്തമായ മഴയാണ് കഴിഞ്ഞ രാത്രിയിലൊക്കെ പെയ്തത്. ഒപ്പം തന്നെ വാഹനങ്ങൾ ഒലിച്ചുപോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഒപ്പം തന്നെ ഈ ഡാമിലെ വെള്ളം ഒഴുക്കിവിടുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് ജാഗ്രതാ നിർദ്ദേശം? പ്രജിൻ, ഇന്നലെ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെ പെയ്തത് അസാധാരണമായ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പെയ്യാതിരുന്ന മഴ ഇന്നലെ രാത്രി തകർത്ത് പെയ്തു. അതിന്റെ പ്രതിഫലനം എന്നോളമാണ് ഇന്ന് കണ്ട ദൃശ്യങ്ങളൊക്കെ. ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ അതിന്റെ പ്രതിഫലനമായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഒരു ട്രാവലർ ഒഴുകി പോകുന്ന ദൃശ്യമുണ്ട്. അത് ഈ ഭാഗത്താണ്. ഈ കൂട്ടാർ ഭാഗത്ത് നിന്ന് ഒഴുകിയ ട്രാവലർ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഒഴുകി താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിന് തൊട്ട് മുകളിലുള്ള വീടിന്റെ അകത്തൊക്കെ വെള്ളം കയറിയിരുന്നു. എന്തായാലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്കും നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ വീടുകളൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ സഹായം അതിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടുകാർ. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഈ പെട്ടെന്നുണ്ടായ മഴ അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കി. ആളുകൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മഴയായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടായി. 2 വാഹനങ്ങൾ ഒഴുകിപ്പോയി, പശു 2 ഒഴുകിപ്പോയി. അപ്പുറേ ഒരുപാട് ആളുകളുടെ വീടിൻ്റെ മുറ്റം ഇടിഞ്ഞു. ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഈ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായത് കരുണാപുരം പാമ്പാടും പാറ. SBI ബാങ്കിലേക്ക് ദൈനംദിനം 100 കണക്കിന് ആളുകൾ പോകുന്ന ഒരു പാലമാണ്. അതുപോലെ പാൽ സൊസൈറ്റി പാലം കൊണ്ട് പോകുന്നത്, ടാങ്കർ പാലെടുക്കാൻ വരുന്നത്, അല്ലിയാറെന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു എളുപ്പ വഴിയാണിത്. അതിലിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പോലും പോരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വളരെ അവിടെ ഇപ്പോൾ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ഇപ്പം മണിയാശാൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. അങ്ങനെയാണ് നിൽക്കുന്നത്. നിലവിൽ അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിസന്ധിയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടി, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതാണ്. ഇന്നലെ രാവിലെ 132.20 അടിയായിരുന്ന ജലനിരപ്പ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി 137 അടി കടന്നു. അതായത് ഒറ്റ രാത്രിയിൽ പെയ്ത മഴ കൊണ്ട് ഏകദേശം 6 അടിയോളം ജലനിരപ്പ് ഉയർന്നു. മാത്രമല്ല 44,000 ഘനയടി വെള്ളം ഒരു സെക്കൻഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തി. 2018 പ്രളയകാലത്താണ് അത്തരത്തിലുള്ളൊരു ഇൻഫ്ലോ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉണ്ടായത്. എന്തായാലും ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 137.70 എന്ന റൂൾ കർവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 8000 ഘനയടിയോളം വെള്ളം 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് ഒഴുകുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ലതാനും മഴ മാറി നിൽക്കുകയാണ്. പ്രജിത്ത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.